ഇന്ത്യയുടെ ഭൂപടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ചർച്ചയാകാറുള്ള രണ്ട് അതിർത്തികളുണ്ട്. ഒന്ന് പാകിസ്ഥാൻ, രണ്ട് ബംഗ്ലാദേശ്. കാലങ്ങളായി നുഴഞ്ഞുകയറ്റവും കള്ളക്കടത്തും കൊണ്ട് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച രണ്ട് മേഖലകൾ. എന്നാൽ ഇനി ഈ അതിർത്തികളിൽ കളി മാറാൻ പോവുകയാണ്. വെറുമൊരു സാധാരണ മാറ്റമല്ല, ഇന്ത്യയുടെ മണ്ണിലേക്ക് ഒളിച്ചു കിടക്കാൻ പ്ലാൻ ഇടുന്ന ഏതൊരു രാജ്യദ്രോഹിയുടെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന ഒന്നൊന്നര മാറ്റം. അതിർത്തി സുരക്ഷയുടെ കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊണ്ടുവരുന്ന സ്മാർട്ട് ബോർഡർ പദ്ധതി ഇപ്പോൾ രാജ്യം കാണുന്നത് കൃത്യമായ ആക്ഷനോടെയാണ്. അത് അതിർത്തിക്കപ്പുറമുള്ള ശത്രു രാജ്യങ്ങൾക്കായാലും രാജ്യത്തിനകത്തിരുന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നവർക്കായാലും കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. പശ്ചിമ ബംഗാളിൽ ദീർഘകാലം ഭരിച്ചുകൊണ്ട് മമത വോട്ട് ബാങ്കിന് വേണ്ടി നുഴഞ്ഞുകയറ്റക്കാരെ പരമാവധി കയറ്റിവിട്ട ആ പഴയ ചരിത്രമൊക്കെ നമുക്കറിയാം. അതിർത്തി സുരക്ഷയെ പോലും വോട്ട് ബാങ്കാക്കി മാറ്റിയ ആ ഒരു ഭരണകാലത്ത് ഇന്ത്യ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. എന്നാൽ അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഈ വർഷത്തിനുള്ളിൽ തന്നെ രണ്ട് വലിയ അതിർത്തികൾ സ്മാർട്ടാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് അമിത്ഷാ അതിർത്തികളിൽ നടപ്പാക്കാൻ പോകുന്ന ഈ സ്മാർട്ട് ബോർഡർ പദ്ധതി? സാധാരണ കമ്പിവേലികളിൽ നിന്ന് മാറി സാങ്കേതിക വിദ്യയുടെ ഏത് വിശ്വരൂപമാണ് ഇവിടെ വരാൻ പോകുന്നത്? ഇതുകൊണ്ട് നുഴഞ്ഞുകയറ്റവും കള്ളക്കടത്തും എങ്ങനെയാണ് വേരോടെ ഇല്ലാതാകാൻ പോകുന്നത്? ദീർഘകാലം ബംഗാൾ ഭരിച്ച മമത അവിടെ നുഴഞ്ഞുകയറ്റക്കാരെ സ്വീകരിച്ചപ്പോൾ ഇപ്പോഴത്തെ സുവേന്ദു അധികാരിയുടെ വരവോടെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ മാറി മറിഞ്ഞു? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മുകളിൽ മോദി അമിത്ഷാ കൂട്ടുകെട്ട് എങ്ങനെയാണ് തങ്ങളുടെ പുതിയ ചാണക്യതന്ത്രം വിജയിപ്പിച്ചത്? ഇനി എന്താണ് നമ്മുടെ അതിർത്തികളിൽ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. എന്താണ് അമിത്ഷാ കൊണ്ടുവരുന്ന ഈ സ്മാർട്ട് ബോർഡർ പദ്ധതി എന്ന് നമുക്ക് നോക്കാം. പണ്ടത്തെ പോലെ വെറുമൊരു കമ്പിവേലി കെട്ടി അതിർത്തി കാക്കുന്ന പരിപാടി ഇനിയില്ല. സാങ്കേതിക വിദ്യയുടെ അങ്ങേയറ്റത്തെ വേർഷനാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അതിർത്തികളിൽ കൊണ്ടുവരുന്നത്. ഹൈടെക് ക്യാമറകൾ, അതിശക്തമായ റഡാറുകൾ, ചലനങ്ങൾ ഒപ്പിയെടുക്കുന്ന സെൻസറുകൾ, അത്യാധുനിക നിരീക്ഷണ ഉപകരണങ്ങൾ എന്നിവയാണ് അതിർത്തികളിൽ സ്ഥാപിക്കുന്നത്. ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ ഒരു തത്സമയ നിരീക്ഷണ പ്ലാറ്റ്ഫോമും ഒരുക്കുന്നുണ്ട്. അതായത് അതിർത്തിയിൽ ഒരു ഈച്ച് അടങ്ങിയാൽ പോലും ഡൽഹിയിൽ ഇരിക്കുന്ന കൺട്രോൾ റൂമിലും അതിർത്തിയിലെ BSF ക്യാമ്പിലും ഒരേ സമയം സൈറൻ മുഴങ്ങും. നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ, ഡ്രോൺ പ്രവർത്തനങ്ങൾ, കന്നുകാലി കള്ളക്കടത്ത്, മയക്കുമരുന്ന് കടത്ത് എന്നിവ ഉടനടി കണ്ടെത്താൻ ഈ പുതിയ സജ്ജീകരണം സഹായിക്കും. സുരക്ഷാ ഏജൻസികൾക്ക് തത്സമയ അലേർട്ടുകൾ ലഭിക്കുന്നതോടെ അതിർത്തി സംരക്ഷണം മുമ്പത്തേക്കാൾ ശക്തമാകും. നുഴഞ്ഞുകയറ്റക്കാരെ വെറുതെ തടയുക മാത്രമല്ല, അവരുടെ വേരുകൾ എവിടെയാണോ അത് അറുത്തു മാറ്റാനാണ് BSFന് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. ഇനി നമുക്ക് പശ്ചിമ ബംഗാളിലെ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ തുടങ്ങാം. ബംഗാളിൽ വർഷങ്ങളായി ദീർഘകാലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മമതാ ബാനർജി ആയിരുന്നു. അവരുടെ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു. ഈ ഒരു വലിയ ഭരണ കാലയളവിനിടയിൽ ബംഗാൾ അതിർത്തികളിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. സ്വന്തം വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ വേണ്ടി, അധികാരം നിലനിർത്താൻ വേണ്ടി ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പരമാവധി ബംഗാളിലേക്ക് കയറ്റിവിട്ട ഒരു ചരിത്രമാണ് മമതയുടെ ഭരണത്തിനുള്ളതെന്ന ആരോപണം ശക്തമാണ്. അതിർത്തി കടന്നു വരുന്ന അനധികൃത നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇരുകൈയും നീട്ടിയാണ് അവിടെ പല പ്രാദേശിക ഭരണകൂടങ്ങളും സ്വീകരണം നൽകിയത്. അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ വ്യാജ രേഖകളും ആധാർ കാർഡും റേഷൻ കാർഡും വോട്ടവകാശവും വരെ സംഘടിപ്പിച്ചു കൊടുത്ത് അവരെ സ്വന്തം വോട്ടർമാരാക്കി മാറ്റുന്ന വിചിത്രമായ ഒരു രീതിയാണ് വർഷങ്ങളായി ബംഗാളിൽ നടന്നത്. ഇത് രാജ്യസുരക്ഷയ്ക്ക് എത്രത്തോളം വലിയ ഭീഷണിയാണെന്ന് ഇവർ ചിന്തിച്ചതേയില്ല. കന്നുകാലി കള്ളക്കടത്തും മയക്കുമരുന്ന് കടത്തുമൊക്കെ യാതൊരു ഭയവുമില്ലാതെ ചിലർ അവിടെ കൊണ്ടു നടന്നു. ഇതിനെയൊക്കെ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചിലർ കണ്ണടച്ച് സമ്മതിച്ചു കൊടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇനി ബംഗാളിൽ മമതയുടെ ഈ കളി ഒട്ടും നടക്കില്ല. കാരണം ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇന്ന് മമതാ ബാനർജിക്ക് ഏറ്റവും വലിയ നെഞ്ചിടിപ്പായി നിൽക്കുന്നത് BJPയുടെ ശക്തനായ നേതാവ് സുവേന്ദു അധികാരിയാണ്. മമത നുഴഞ്ഞുകയറ്റക്കാരെ വെച്ച് കളിച്ച വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ വേരുറക്കാൻ ഇന്ന് സുവേന്ദു അധികാരിക്ക് സാധിക്കുന്നുണ്ട്. മമതയുടെ ഓരോ ജനദ്രോഹ നയങ്ങളെയും അതിർത്തി സുരക്ഷയിൽ കാണിച്ച വലിയ വീഴ്ചകളെയും കൃത്യമായി ബംഗാളിലെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ സുവേന്ദുവിന് കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ സുരക്ഷാ നയങ്ങൾ ബംഗാളിലെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനും നുഴഞ്ഞുകയറ്റത്തിനെതിരെ വലിയൊരു ജനവികാരം ബംഗാളിൽ ഉണ്ടാക്കിയെടുക്കാനും സുവേന്ദു അധികാരിയുടെ പോരാട്ടങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മമത നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി വാതിൽ തുറന്നപ്പോൾ അതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം തീർത്തത് BJPയും സുവേന്ദു അധികാരിയുമാണ്. അതുകൊണ്ട് തന്നെ മമതയുടെ സ്വന്തം തട്ടകത്തിൽ വെച്ച് തന്നെ അവരുടെ രാഷ്ട്രീയ കളികൾക്ക് തടയിടാൻ BJPക്ക് കഴിഞ്ഞു.
ഇവിടെയാണ് നമ്മൾ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ ആ യഥാർത്ഥ ചാണക്യതന്ത്രം കാണേണ്ടത്. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും എടുത്ത തീരുമാനങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ. കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതായാലും ഭീകരവാദികൾക്ക് പാകിസ്ഥാനിൽ കയറി സർജിക്കൽ സ്ട്രൈക്കിലൂടെ മറുപടി കൊടുത്തതായാലും ഈ കൂട്ടുകെട്ടിന്റെ ദീർഘവീക്ഷണമാണ് രാജ്യം കണ്ടത്. ഇപ്പോൾ ബംഗാളിലും അവർ പ്രയോഗിച്ചിരിക്കുന്നത് അതേ ചാണക്യതന്ത്രം തന്നെയാണ്. പലപ്പോഴും അതിർത്തിയിൽ വേലികെട്ടാൻ കേന്ദ്രം ശ്രമിച്ചപ്പോഴേക്ക് സ്ഥലം ഏറ്റെടുത്തു നൽകാൻ മമതാ സർക്കാർ വലഞ്ഞു നിന്നിരുന്നു. എന്നാൽ മോദിയുടെ കടുപ്പമേറിയ ഭരണനയങ്ങളും അമിത്ഷായുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൃത്യമായ നീക്കങ്ങളും വന്നപ്പോൾ മമതയ്ക്ക് മറുത്തൊന്നും പറയാൻ സാധിക്കാത്ത അവസ്ഥയായി. ഒടുവിൽ സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി പശ്ചിമബംഗാൾ സർക്കാർ വിട്ടു നൽകിയിട്ടുണ്ടെന്ന് അമിത്ഷാ തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കി. അതായത് മമതയ്ക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ പോലും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി അവരെ കൊണ്ട് ഭൂമി ഏറ്റെടുപ്പിച്ചു നൽകാൻ അമിത്ഷായുടെ തന്ത്രങ്ങൾക്ക് സാധിച്ചു. ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയ ചാണക്യതന്ത്രം. ഇനി നമുക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് വരാം, അതായത് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക്. ബംഗാളിൽ മമതാ ബാനർജി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നുഴഞ്ഞുകയറ്റുകാരെ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ പാകിസ്ഥാൻ കാലങ്ങളായി ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് ഭീകരവാദികളെയും മയക്കുമരുന്ന് ആയുധങ്ങളും കടത്തിവിട്ട് രാജ്യത്തെ തകർക്കാൻ നോക്കുക എന്നതാണ്. അമിത്ഷാ തന്റെ പ്രസംഗത്തിൽ പാകിസ്ഥാന് നൽകിയ കൃത്യമായ ഒരു മുന്നറിയിപ്പുണ്ട്. ഭീകരതയ്ക്കും നുഴഞ്ഞുകയറ്റത്തിനും ഇന്ത്യ എല്ലായ്പ്പോഴും ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ 3 തവണ പാകിസ്ഥാൻ അവരുടെ മണ്ണിൽ കയറി കൃത്യമായ മറുപടി നൽകി കഴിഞ്ഞു. ആവശ്യമെങ്കിൽ അവരുടെ പ്രദേശത്തിനുള്ളിൽ പോലും കയറി ഓപ്പറേഷൻ നടത്താൻ ഇന്ത്യക്ക് മടിയില്ല. എത്ര ശക്തമായ വാക്കുകളാണെന്ന് നോക്കൂ. പണ്ടത്തെ പോലെ ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രസ്താവനകൾ ഇറക്കി കരയുന്ന ഇന്ത്യ അല്ല ഇത്. പുൽവാമയ്ക്കും മറ്റും ആക്രമണങ്ങൾക്കും ശേഷം രാജ്യം കണ്ടതാണ് ഇന്ത്യയുടെ യഥാർത്ഥ കരുത്ത്. പാകിസ്ഥാൻ ഇനി ഏത് പുതിയ തന്ത്രവുമായി വന്നാലും അത് അതിർത്തിയിൽ വെച്ച് തന്നെ തകർക്കാൻ ഈ സ്മാർട്ട് ബോർഡർ പദ്ധതിയിലൂടെ സാധിക്കും. പാക് അതിർത്തിയിലെ കഠിനമായ ഭൂപ്രകൃതിയിലും രാത്രിയിലെ കടും ഇരുട്ടിലും നുഴഞ്ഞുകയറാൻ നോക്കുന്ന ഭീകരനെ കൃത്യമായി സ്പോട്ട് ചെയ്യാൻ ഈ ഹൈടെക് സംവിധാനത്തിന് കഴിയും. അതിർത്തി കടന്ന് ഇന്ത്യയിൽ വന്ന് കളിക്കാമെന്ന പാകിസ്ഥാന്റെ മോഹം ഇനി വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്. പുതിയ ഇന്ത്യയുടെ സുരക്ഷാ നയം എന്നത് വെറും കടലാസിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അത് അതിർത്തിയിലെ ഓരോ ഇഞ്ചിലും വ്യക്തമായി കാണാൻ കഴിയുന്ന ഒന്നാണ്. ഒരു കാലത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അതിർത്തികൾ തുറന്നിട്ട് കൊടുത്തവർ, രാജ്യസുരക്ഷയേക്കാൾ വലുത് തങ്ങളുടെ അധികാര കസേരയാണെന്ന് കരുതിയവർ, അവർക്കൊക്കെ ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് അമിത്ഷാ പ്രഖ്യാപിച്ച ഈ സ്മാർട്ട് ബോർഡർ പദ്ധതി. മമതയ്ക്ക് ദീർഘകാലം ഭരിച്ചുകൊണ്ട് ബംഗാളിലേക്ക് പരമാവധി നുഴഞ്ഞുകയറ്റക്കാരെ കയറ്റിവിട്ട ആ പഴയ കാലമൊക്കെ ഇനി ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. കാരണം ഒരു വശത്ത് സുവേന്ദു അധികാരിയെ പോലുള്ള ശക്തരായ നേതാക്കൾ ബംഗാൾ രാഷ്ട്രീയത്തിൽ മമതയ്ക്ക് കൃത്യമായ മറുപടി നൽകുമ്പോൾ, മറുവശത്ത് മോദി അമിത്ഷാ കൂട്ടുകെട്ട് രാജ്യത്തിന്റെ അതിർത്തികൾക്ക് ചുറ്റും മാറ്റാൻ പറ്റാത്ത ഒരു ഡിജിറ്റൽ കോട്ടയാണ് നിർമ്മിക്കുന്നത്. ഇനി സാങ്കേതിക വിദ്യയുടെ കാലമാണ്. ആർക്കും ആരുടെയും കണ്ണു വെട്ടിച്ച് ഇന്ത്യയുടെ മണ്ണിലേക്ക് ഒളിച്ചു കിടക്കാൻ സാധിക്കില്ല. അത് പാകിസ്ഥാൻ അതിർത്തിയായാലും ബംഗാൾ അതിർത്തിയായാലും ശത്രുക്കൾ ഇന്ത്യയിലേക്ക് നോക്കാൻ പോലും 100 വട്ടം ഭയക്കും. കാരണം പ്രശ്നങ്ങളെ വെറുതെ നിയന്ത്രിക്കുകയല്ല, അതിനെ വേരുകളോടെ പിഴുതെറിയുക എന്നതാണ് ഈ ഭരണകൂടത്തിന്റെ ശൈലി എന്ന് അമിത്ഷാ വീണ്ടും തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയും ജനങ്ങളുടെ സുരക്ഷയുമാണ് എല്ലാറ്റിനും മുകളിൽ എന്ന ഉറച്ച ബോധ്യമുള്ള ഒരു നേതൃത്വം നമ്മൾക്കുള്ളപ്പോൾ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. അമിത്ഷാ കൊണ്ടുവരുന്ന ഈ സ്മാർട്ട് ബോർഡർ പദ്ധതിയെക്കുറിച്ചും ബംഗാൾ അതിർത്തിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.